السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد فأوصيكم وإياي بتقوى الله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. صدق الله مولانا العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുവന്ദരായ ജാമിഅ അൽ ബാഖിയാത്തു സ്വാലിഹാത്ത് ഉമ്മുൽ മദാരിസ് അറബി കോളേജിൻ്റെ ഹമീദുൽ കുല്ലിയ ശൈഖു തഫ്സീർ ബഹുമാനരായ അബ്ദുൽ ഹമീദ് ഹളറത്ത് അവറുകളെ, ബഹുമാനപ്പെട്ട മുസാൻകുട്ടി ഉസ്താദ് അവറുകളെ, റഹീം ഉസ്താദ് അവറുകളെ, സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദിർ ബാഖവി, ബഹുമാനപ്പെട്ട പൊക്കോയ തങ്ങൾ, മാനു മുസ്ലിയാർ, മറ്റു ഉസ്താദുമാരെ, കാരണവന്മാരെ, മുത്തഅല്ലിമീങ്ങളെ, വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുവാൻ വേണ്ടി ഇവിടെ വരുന്ന ഹുഫാളുകൾക്ക് താമസിക്കുവാനും പഠനം നടത്തുവാനും മനോഹരമായ ഒരു കെട്ടിടം പൂർണ്ണമായ രൂപത്തിൽ നിർമ്മിക്കുകയും അത് സമുദായത്തിന് സമർപ്പിക്കുവാൻ വേണ്ടി 159 വർഷങ്ങൾക്ക് മുമ്പ്, വ്യക്തമായി പറഞ്ഞാൽ 1857 തമിഴ്നാട്ടിലെ ആർക്കാട് ജില്ലയിലെ വെല്ലൂരിൽ സ്ഥാപിതമായ ഉമ്മുൽ മദാരിസ് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ 14ാമത്തെ പ്രിൻസിപ്പൽ മഹാനവറുകളെ ഈ പ്രദേശത്തിന് വേണ്ടി കോളേജിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ ക്ഷണിക്കുകയും മഹാനവറുകൾ ഇവിടെ വന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തിരിക്കുകയാണ്. അൽഹംദുലില്ലാ. എന്തുകൊണ്ടും നാം സന്തോഷിക്കുന്ന നിമിഷമാണിത്. ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ഹമീദ് ഹളറത്ത് ഇവിടെ വന്ന ആ സമയം മുതൽക്ക്, പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങിയ മുതൽക്ക് തന്നെ ഹളറത്തിനെ കിട്ടുവാൻ വേണ്ടി, മഹാനവറുകളെ കിട്ടുവാൻ വേണ്ടി അവിടുത്തെ ശിഷ്യന്മാർ വല്ലാതെ പാടുപെടുകയാണ്. ഒരല്പസമയം അവരുടെ ദർസിൽ ധാരാളം തലാമീദുകൾ ദർസ് നടത്തുന്നുണ്ട്. അവിടേക്ക് വന്ന് ദുആ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി അവരെല്ലാവരും ആവശ്യപ്പെടുന്നു. വളരെ കുറഞ്ഞ സമയം മാത്രമുള്ളതുകൊണ്ട് അത്യാവശ്യം പരിപാടികളൊക്കെ പങ്കെടുത്ത് ഇനി മഹാനവറുകൾ ഇവിടെ നിന്ന് പിരിഞ്ഞ് ഒരു പരിപാടിയിലും കൂടി പങ്കെടുത്ത് നേരെ മേട്ടുപ്പാളയത്തേക്ക് അവരുടെ നാട്ടിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബാഖിയാത്തു സ്വാലിഹാത്ത് അറബി കോളേജ് ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ വെല്ലൂരിൽ നിർമ്മിതമായതാണ്. ആ സ്ഥാപനം നിർമ്മിച്ചത് ഇന്ത്യയിലെ പ്രമുഖന്മാരായ 3 ഖുതുബുകളെ അബ്ദുൽ ഹയ്യ് ലഖ്നവി തന്റെ നുസ്ഹത്തുൽ ഖവാത്തിറിൽ വിശദീകരിച്ചിട്ടുണ്ട്. അബുൽ ഹസൻ അലി നദ്വിയുടെ ഉപ്പയായ അബ്ദുൽ ഹയ്യ് ലഖ്നവി നുസ്ഹത്തുൽ ഖവാത്തിറിൽ
3 ഖുതുബുകളെ വിശദീകരിച്ച കൂട്ടത്തിൽ ഒരു ഖുതുബ് മഹാനായ അഅ്ലാ ഹളറത്ത് നവ്വറല്ലാഹു മർഖദഹു ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ഫൗണ്ടർ, അതിന്റെ ബാനി മഹാനവറുകളാണ്. മഹാനവറുകൾ ഖുതുബാണ് എന്ന് അവിടുത്തെ മഖ്ബറയുടെ, അവിടുത്തെ മഖാമിന്റെ മുൻവശത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. അത് എഴുതി വച്ചത് അവിടുത്തെ പ്രധാനപ്പെട്ട ശിഷ്യനായ, അവിടുന്ന് മുഖം നോക്കി ഇൽമി രംഗത്തേക്ക് കൊണ്ടുവന്ന മഹാനായ അബ്ദുസ്സമദ് ഇൽമി ഹളറത്ത്, പട്ട് ഹളറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകൾ. അബ്ദുസ്സമദ് ഇൽമി ഹളറത്ത് വെറ്റില നുള്ളുന്ന ആളായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തൻ്റെ ജീവിതം രണ്ടറ്റം മുട്ടിക്കുവാൻ വേണ്ടി, കുടുംബം പോറ്റുവാൻ വേണ്ടി വെറ്റില നുള്ളിയിരുന്ന ആ മഹാനവറുകളെ മഹാനായ അഅ്ലാ ഹളറത്ത് ബാനി ബാഖിയാത്തുസ് സാലിഹാത്ത് ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് അൽ ഖാദിരി, വഹാബുൽ ഖൈർ, വഹാബുൽ ഉലൂം, മുഹ്സിനെ മില്ലത്ത്, ഇങ്ങനെയൊക്കെ മഹാനവറുകൾക്ക് ലഖബ് അലമകളുണ്ട്, സ്ഥാനപ്പേരുകളുണ്ട്. 5 സ്ഥാനപ്പേരുകളുണ്ട്. മഹാനവറുകൾ യാത്രമധ്യേ ഒരു സ്ഥലത്ത് ഇറങ്ങിയപ്പോ ഈ മഹാനായ അബ്ദുസ്സമദ് ഹളറത്ത്, പിന്നീട് വലിയ പണ്ഡിതനായ മഹാനവറുകൾ കുട്ടിപ്രായത്ത് വെറ്റില നുള്ളുകയാണ്. അപ്പൊ അടുത്തേക്ക് വിളിച്ചു, മുഖം നോക്കി, ഇൽമുൽ ഫിറാസത്തുള്ള മഹാനായ ബാനി ഹസ്രത്ത് മുഖം നോക്കി, മോനെ നീ വെറ്റില നുള്ളാനുള്ളതല്ല, നിന്റെ കൈകൾ അതിനുള്ളതല്ല എന്ന് പറഞ്ഞു ബാഖിയാത്തുസ് സാലിഹാത്തിലേക്ക് കൊണ്ടുവന്ന് ഇൽമു പഠിപ്പിച്ച് വലിയ പണ്ഡിതനായി, ഇൽമുൽ അറബിയത്തിൽ വലിയ കഴിവ് നേടി മഹാനവറുകൾ അഅ്ലാ ഹളറത്തിന്റെ ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ബാനിയായ ബാനി ഹളറത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് അബ്ദുസ്സമദ് ഇൽമി ഹളറത്ത്, പട്ട് ഹളറത്ത്. ആ മഹാനവറുകളാണ് 2 വരി ബാഖിയാത്തുസ് സാലിഹാത്തിലെ ബാനിയെ സംബന്ധിച്ച് എഴുതുകയും അതിപ്പോഴും അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇദാ നാല അബ്ദുൽ വഹാബി ഇൽമ ഹുവൽ ഖുത്ബു ലിൽ ഹിന്ദ് ഖുൽദൻ നഈമാ ഫഫക്കർതു ഫീ ഇർഖിഹി ഇഖ്തിബാസാ ബദാലി ലഖദ് ഫാസ ഫൗസൻ അളീമാ. ലഖദ് ഫാസ ഫൗസൻ അളീമാ എന്നുള്ള വിശുദ്ധ ഖുർആനിലെ ആയത്ത് അബ്ജദിന്റെ കണക്ക് പ്രകാരം കൂട്ടി നോക്കിയാൽ അഅ്ലാ ഹളറത്തിന്റെ ബാനി ഹളറത്തിന്റെ വഫാത്തിന്റെ ഡേറ്റ് കിട്ടും. ഹുവൽ ഖുത്ബു ലിൽ ഹിന്ദ് ഖുൽദൻ നഈമാ. ഹുവൽ ഖുത്ബു, ഖുത്ബ് എന്നാണ് അബ്ദുസ്സമദ് ഇൽമി ഹളറത്ത് അഅ്ലാ ഹളറത്തിനെ സംബന്ധിച്ച് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മഹാനവറുകൾ ഖുത്ബാണ്. അബ്ദുൽ ഹയ്യ് ലഖ്നവി നുസ്ഹത്തുൽ ഖവാത്തിറിൽ എഴുതി വെച്ചത് ഹുവ അവ്വലു മൻ നശറ അൽ ഇൽമ ശരീഫ ബഅദ ഇൻദിറാസിഹി ഫീ ദിയാരി മഅബർ വ മലൈബാർ വഫീ ദിയാരി ദഖൻ. മഅബറിലും മലൈബാറിലുമൊക്കെ ഇൽമ് ഇല്ലാത്ത ഘട്ടത്തിൽ ഇൽമിൽ വലിയ ഉന്നത സ്ഥാനം നേടിയിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അതിനുശേഷം മുഗൾ രാജാക്കന്മാരിൽ നിന്നുള്ള അവസാനത്തെ രാജാവായ ബഹദൂർ ഷാ സഫർ, ആ ബഹദൂർ ഷാ സഫറിനെ ബ്രിട്ടീഷുകാർ തടങ്കലിലാക്കുകയും റങ്കൂണിലേക്ക് നാടുകടത്തുകയും ചെയ്തതിന് ശേഷം മുസ്ലിമീങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവരെ നോക്കുവാനോ വളർത്തുവാനോ അവർക്ക് ഇൽമു പഠിപ്പിക്കുവാനോ ആരുമുണ്ടായിരുന്നില്ല. അതിനുശേഷം മുഗൾ രാജവംശം അവരുടെ അധികാരം ഇവിടെ നഷ്ടപ്പെട്ടതിന് ശേഷം അവ്വലുമൻ നശറ അൽ ഇൽമ ശരീഫ്, ഇൽമു ശരീഫിനെ ഇവിടെയൊക്കെ മദ്രാസിന്റെ പ്രവിശ്യകളിലും അതേപോലെ തന്നെ മലബാറിലും മഅബറിലുമൊക്കെ പ്രചരിപ്പിച്ച ആദ്യ വ്യക്തി എന്നാണ് അഅ്ലാ ഹളറത്തിനെ സംബന്ധിച്ച്, ബാഖിയാത്തുസ് സാലിഹാത്തിന്റെ ബാനിയെ സംബന്ധിച്ച്, ഫൗണ്ടറെ സംബന്ധിച്ച് അബ്ദുൽ ഹയ്യ് ലഖ്നവി എഴുതി വെച്ചത്. മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു, ഹുവ അഹദു അകാബിരിൽ മശായിഖ്, വലിയ മശായിഖന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. പ്രിയപ്പെട്ടവരെ, മക്കയിൽ വെച്ച് ഷാഫിഈ മദ്ഹബിലെ 2ാം ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനി ദഹ്ലാൻ റഹ്മഹുല്ലാഹ്, ആ സൈനി ദഹ്ലാന്റെ അടുക്കൽ പോയി ഇൽമു പഠിച്ചു. നമ്മളെ കേരളക്കരയിൽ നിന്നും ധാരാളം ആളുകൾ സൈനി ദഹ്ലാന്റെ അടുത്ത് പോയി, റഹ്മത്തുള്ളാഹി അലൈഹിന്റെ അടുത്ത് പോയി ഇൽമു പഠിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ശൈഖുൽ മശായിഖ് ഔക്കോയ മുസ്ലിയാർ. മമ്പറത്തെ തങ്ങൾ പാപ്പാന്റെ മുരീദായ ഖലീഫയായ ഔക്കോയ മുസ്ലിയാർ സൈനി ദഹ്ലാന്റെ അടുക്കൽ പോയി ഇൽമു പഠിച്ച ആളാണ്. മഹാനായ ഔക്കോയ മുസ്ലിയാർ വഫാത്തായപ്പോ
ഔക്കോയ മുസ്ലിയാരെ സംബന്ധിച്ച് മർസിയത്ത് എഴുതിയിട്ടുണ്ട് സൈനി ദഹ്ലാൻ. അങ്ങനെ വലിയ ബന്ധം സൈനി ദഹ്ലാൻക്ക് കേരളക്കരയുമായിട്ടുണ്ട്. ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. നമ്മൾ കേൾക്കണമെന്നില്ല. രണ്ടാം ഇബ്നു ഹജർ എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനി ദഹ്ലാൻ മുഫ്തി ശാഫിഈയ മഹാനവറുകളിൽ നിന്ന്, അതേപോലെ തന്നെ റഹ്മത്തുള്ളാഹിൽ ഖിറാനവിയിൽ നിന്നുമൊക്കെ ഇൽമു പഠിക്കാൻ വേണ്ടി മക്കയിൽ പോവുകയും മഹാനായ അലാ ഹദ്റത്ത് അവിടെ ചെന്ന് ഇൽമു പഠിച്ച് ആ കാലയളവിൽ അവിടെ വെച്ച് കാണുന്നൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ മഹാനായ അലാ ഹദ്റത്തിന് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അവിടുത്തെ ഉസ്താദ് സൈനി ദഹ്ലാൻ പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഇന്ത്യയിൽ ചെന്ന് ഒരു സ്ഥാപനം ഉണ്ടാക്കണം, അതിലേക്കുള്ള സൂചനയാണ് ആ സ്വപ്നമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മഹാനായ അലാ ഹദ്റത്ത് സൈനി ദഹ്ലാന്റെ അടുത്ത് നിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോ അവിടെ അറേബ്യൻ നാടുകളിൽ വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ് സൈനി ദഹ്ലാൻ. അക്കാലഘട്ടത്തിലും ഇന്നും അറേബ്യയിൽ ഉലമാക്കൾക്ക് നല്ല സ്വാധീനമുണ്ട്. മഹാനായ സൈനി ദഹ്ലാൻ ഇന്ത്യയിലേക്ക് വരുന്ന അലാ ഹദ്റത്തിന്, സ്ഥാപനം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന അലാ ഹദ്റത്തിന് അന്നത്തെ തുർക്കി ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച്, അന്ന് മക്ക ആ തുർക്കി ഗവൺമെന്റിന്റെ കീഴിലാണ്, ആ തുർക്കി ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരെ സമീപിച്ച് മദ്രാസിലുള്ള തുർക്കി ഹൈക്കമാൻഡർക്ക് ഒരു എഴുത്തും വാങ്ങിച്ചാണ് മഹാനായ അലാ ഹദ്റത്തിനെ യാത്രയാക്കിയത്. അങ്ങനെയാണ് അലാ ഹദ്റത്ത് വെല്ലൂരിൽ വന്ന് ആദ്യം 12 കൊല്ലം മഹാനായ അലാ ഹദ്റത്ത് ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ ബാനി, അതിന്റെ ഫൗണ്ടർ മഹാനവറുകൾ സ്വന്തം വീട്ടിൽ വെച്ചാണ് ദർസ് നടത്തിയത്. സ്വന്തം വീട്ടിൽ വെച്ചാണ് 12 കൊല്ലം അൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തി എന്നുള്ള സ്ഥാപനം, ആ സ്ഥാപനം നടത്തിയത് വീട്ടിൽ വെച്ചാണ്. ഒരു പൈസ മഹാനവറുകൾക്ക് ശമ്പളമില്ല, ആരും ഒരു നിലക്കുമുള്ള സഹായങ്ങളില്ലാതെ വീട്ടിൽ വെച്ച് 12 കൊല്ലം ദർസ് നടത്തി. എന്നിട്ട് മുത്തഅല്ലിമീങ്ങൾ കൂടുതലായപ്പോ ആ ദർസ് ബാഖിയാത്തിലെ ബഡി മസ്ജിദിലേക്ക്, ബാഖിയാത്ത് പള്ളിയിലേക്ക്, ബാഖിയാത്തിലെ പള്ളിയെ സംബന്ധിച്ച് ബഡി മസ്ജിദ് എന്ന് പറയും. ആ പള്ളി ബാഖിയാത്തിന്റെ കീഴിലുള്ള പള്ളിയല്ല, അത് നാട്ടുകാരുടെ, അവരാണ് അതിന്റെ പള്ളിന്റെ നടത്തിപ്പുകാർ. ആ പള്ളിയുടെ ഓരോരത്ത് വെച്ച് പിന്നീട് 6 കൊല്ലം മഹാനായ അലാ ഹദ്റത്ത് ദർസ് നടത്തി. അങ്ങനെ 18 കൊല്ലം ദർസ് നടത്തിയതിനു ശേഷമാണ് മഹാനായ അലാ ഹദ്റത്ത് ഇന്ന് കാണുന്ന ബാഖിയാത്തുസ് സ്വാലിഹാത്ത് നിലകൊള്ളുന്ന ആ സ്ഥലം വിലക്ക് വാങ്ങിക്കുകയാണ്. വിലക്ക് വാങ്ങിക്കുന്നത് തമിഴ്നാട്ടിലുള്ള തമിഴ് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുകയാണ്. ആ പരസ്യത്തിന് അലാ ഹദ്റത്ത് ഉപയോഗിച്ച ഹദീസ് ഇത്തഖുന്നാറ വലൂ ബിശിഖ്ഖി തംറാ, നിങ്ങൾ ഒരു കാരക്കന്റെ ചീള് കൊണ്ടെങ്കിലും നരകത്തെ കാക്കണേ എന്നുള്ള ഹദീസ്. ആ ഹദീസിന്റെ അർത്ഥം തമിഴിലെ വിവിധ പത്രങ്ങളിൽ പരസ്യം ചെയ്ത് അങ്ങനെ ജനങ്ങളെ വക്കിൽ നിന്ന് കാശ് വാങ്ങിച്ച്
മഹാനായ അഅ്ലാ ഹദ്റത്ത് ഇന്ന് കാണുന്ന ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ കെട്ടിടം നിൽക്കുന്ന ആ സ്ഥലം വാങ്ങിക്കുകയും മഹാനവറുകൾ കെട്ടിടം പണിയുകയും ചെയ്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആദ്യമായി അഅ്ലാ ഹദ്റത്ത് ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ 6 മുദരിസുമാരെ വെക്കുന്നു. ഇവിടെയുള്ള ഉത്ബുദ്ധരായ ആളുകളോട് പറയട്ടെ, ഈ 6 ഉസ്താദുമാരിൽ 3 ആളുകൾ ഒന്ന് ഖിറാഅത്ത് പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ഖാരിഇനെ നിയമിക്കുകയാണ്. ഖിറാഅത്ത് പഠിപ്പിക്കുവാൻ വേണ്ടി ഇന്നും ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ ഖിറാഅത്ത് പഠിപ്പിക്കുന്ന ഉസ്താദുമാരുണ്ട്. ഖാരി ഹദ്റത്ത് എന്ന് ഞങ്ങളൊക്കെ പറയാറുണ്ട്. ഖാരി ഹദ്റത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഹദ്റത്ത് അവിടെയുണ്ട്, ഒരു ഉസ്താദ് അവിടെയുണ്ട്. മനോഹരമായ രൂപത്തിൽ അവർ ഖിറാഅത്ത് പഠിപ്പിക്കും, ആർക്കും പഠിപ്പിച്ചു കൊടുക്കും. മഹാനായ ബാനി ഹസ്രത്ത് ആദ്യമായി ചെയ്തത് തന്റെ സ്ഥാപനത്തിലേക്ക് 6 ഉസ്താദുമാരെ നിയമിച്ചപ്പോൾ ആദ്യമായി വെച്ചത് ഒരു ഖാരിഇനെയാണ്. രണ്ടാമതായി വെച്ചത്, ഞാനത് തർത്തീബായി പറയുന്നത് മാത്രം, ദിക്രിയായ തർത്തീബ് അവിടെ ഉദ്ദേശിക്കേണ്ടതുള്ളൂ. രണ്ടാമതായി മഹാനവറുകൾ വെച്ചത്, പ്രിയപ്പെട്ടവരെ, ഉറുദു പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെയാണ്. അഅ്ലാ ഹദ്റത്ത് പക്കാ തമിഴനാണ്. വെല്ലൂർ തമിഴ് നല്ലപോലെ സംസാരിക്കുന്ന സ്ഥലമാണ് വെല്ലൂർ. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഹദ്റത്ത് മേട്ടുപാളയത്തുകാരനാണ്. മേട്ടുപാളയം കോയമ്പത്തൂരൊക്കെ നമ്മുടെ കേരളവുമായി നല്ല ബന്ധമുള്ളത് കൊണ്ട് അബ്ദുൽ ഹമീദ് ഹദ്റത്ത് ഇൻഷാ അല്ലാഹ് തമിഴ് കലർന്ന മലയാളം സംസാരിക്കും. മലയാളം കലർന്ന തമിഴല്ല, തമിഴ് കലർന്ന മലയാളത്തിൽ മഹാനവറുകൾ സംസാരിക്കും. നമുക്കൊക്കെ തിരിയുന്ന ഭാഷയിൽ നല്ല ഖനപ്പെട്ട രൂപത്തിൽ മഹാനവറുകൾ സംസാരിക്കും. ഞാൻ അവരുടെ സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലയാളികളായ ധാരാളം ആളുകളോട് ബന്ധമുണ്ട്. മലയാളികളായ ധാരാളം ഉസ്താദുമാർ മഹാനവറുകളുടെ ഉസ്താദാണ്. ഈ സ്ഥാപനത്തിലിരിക്കുന്ന മഹാനരായ ബഹുമാനപ്പെട്ട OK മൂസാൻകുട്ടി മുസ്ലിയാർ ഹഫിളഹുല്ലാഹു വറആഹ് മഹാനവറുകൾ വെല്ലൂർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ 40 മുതഅല്ലിമീങ്ങൾ ഇവിടെ നിന്ന് പോയി. 40 മുതഅല്ലിമീങ്ങൾ കേരളത്തിൽ നിന്ന് പോയിട്ട് അന്ന് ആരെയും എടുക്കുന്ന ഒരു രൂപമല്ല, ആരെയും എടുക്കുകയില്ലെന്ന് പറഞ്ഞു. അതിൽ മഹാനായ ശൈഖുൽ ഹദീസ് അസ്സാഹിദ് അത്തഖീ മഹാനായ അൽ ആരിഫ് ബില്ലാഹി ശൈഖ് ഹസൻ ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ അവിടുന്ന് കോളേജിന്റെ ആളുകളോട് പറഞ്ഞു, 4 മുതഅല്ലിമീങ്ങൾ എടുക്കണം, അതെടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് അതിൽ ഒരാൾ ബഹുമാനപ്പെട്ട OK മൂസാൻകുട്ടി മുസ്ലിയാർ മഹാനവറുകളാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ ഈ OK മൂസാൻകുട്ടി മുസ്ലിയാരുടെ ജ്യേഷ്ഠനായിരുന്ന മഹാനായ അബ്ദുറഹ്മാൻ OK അബ്ദുറഹ്മാൻ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ OK ഹദ്റത്ത് എന്ന പേരിൽ നമ്മളൊക്കെ പരിചയമുള്ള, പഴയ ബാഖവിമാർക്കൊക്കെ പരിചയമുള്ള വലിയ മുഹഖിഖായ മഹാനവറുകൾ അവർ സഹീഹ് മുസ്ലിമിക്ക് ഒരു തഖ്രീർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, അച്ചടിച്ചിട്ടില്ലെങ്കിലും അന്നത്തെ മുതഅല്ലിമീങ്ങൾക്ക് ആ തഖ്രീർ ലഭ്യമാണ്. അതിൽ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് ഹദീസ് വന്നത്, ഇന്ത്യയിലെ ഏത് രൂപത്തിലാണ് ഹദീസ് എത്തിയത്, ഇന്ത്യയിൽ ആരൊക്കെയാണ് മുഹദ്ദിസീങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സഹീഹ് മുസ്ലിമിന്റെ തഖ്രീറിൽ മഹാനായ OK ഹദ്റത്ത് നവ്വറല്ലാഹു മർഖദഹു എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, 974 മുതൽ 1983 വരെ 9 കൊല്ലക്കാലം ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ മുദരിസായിരുന്നു OK ഹദ്റത്ത്. അവരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ് മഹാനായ അബ്ദുൽ ഹമീദ് ഹദ്റത്ത്. ഈ ദാറുൽ മആരിഫിലേക്ക് മഹാനവറുകളെ ക്ഷണിച്ചപ്പോ ഒരു മടിയും കൂടാതെ ഏൽക്കുന്നത് തന്റെ ഉസ്താദിനെ ഓർത്തുകൊണ്ടാണ്. അബ്ദുൽ ഹമീദ് ഹദ്റത്ത് ഇവിടെ ഇരിക്കുന്നത് ഉസ്താദിനെ സിയാറത്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. OK ഹദ്റത്തിനെ അറിയുന്ന ആർക്കും അവരുമായുള്ള ബന്ധം വിടാൻ കഴിയില്ല. അത്രക്കും വലിയ മഹാനാണ്. എല്ലാ കിതാബിലും തഹ്ഖീഖുള്ളവരാണ്. അത് ആ സഹീഹ് മുസ്ലിമിന്റെ തഖ്രീർ അങ്ങ് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അന്നത്തെ മുതഅല്ലിമീങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി എന്റെ കയ്യിലുമുണ്ട്. മുതഅല്ലിമീങ്ങൾ അന്ന് അവരുടെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട് ആ തഖ്രീർ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ധാരാളം മലയാളികളുമായി മഹാനായ ഹസ്രത്ത് അവറുകൾക്ക് ബന്ധമുള്ളത് കൊണ്ട് നല്ല രൂപത്തിൽ സ്ഫുടമായ മലയാളമല്ലെങ്കിലും തമിഴ് കലർന്ന മലയാളത്തിൽ മഹാനവറുകൾ നമ്മോട് സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത്, മഹാനായ അഅ്ലാ ഹദ്റത്ത് ഉറുദു പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഉസ്താദിനെ നിയമിക്കുന്നു. പിന്നെ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഫാരിസി പഠിപ്പിക്കുവാൻ വേണ്ടി ഒരു ഉസ്താദിനെ നിയമിക്കുകയാണ്. കേരളത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ
ഫാരിസി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഫാരിസി പഠിപ്പിക്കുവാൻ ഒരു ഉസ്താദിനെ ഇവിടെ ആകെ തെരഞ്ഞു നടന്നു, കിട്ടിയില്ല. മഹാനായ ആല ഹദറത്ത് ചെയ്തത് ഫാരിസി പഠിപ്പിക്കാൻ ഒരു ഉസ്താദിനെ നിയമിച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ ബാക്കിയാത്തിലുള്ള കാലത്ത് ഫാരിസി പഠിപ്പിക്കുന്ന ഉസ്താദ് ഉണ്ടായിരുന്നു. ഫാരിസി പഠിക്കുന്ന ആളുകൾക്ക് സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ അതിൽ പങ്കെടുത്ത ആളുകളാണ്. സ്റ്റൈപ്പൻഡ് കൊടുത്തിരുന്നു. മഹാനായ PSB സൈനുൽ ആബിദീൻ ഹദറത്ത് നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ അത് പഠിപ്പിച്ചിരുന്നു. എത്ര കിതാബുകളാണ് ഫാരിസിയിലുള്ളതെന്ന് അറിയോ? ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനെ അറിയാത്ത മുതഅല്ലിമീങ്ങളുണ്ടോ, ആലിമീങ്ങളുണ്ടോ? മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് അവിടുത്തെ ഉസ്താദ് ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞത് അൽ ബഹ്റുൽ മുഗ്റഖ് എന്നാണ് പറഞ്ഞത്. അൽ ബഹ്റുൽ മുഗ്റഖ് എന്നൊരു ലഖബ് മഹാനവറുകൾക്കുണ്ട്. ആ ഹുജ്ജത്തുൽ ഇസ്ലാം അബീ ഹാമിദ് അൽ ഗസ്സാലിന്റെ ലുഗ ഭാഷ എന്താണെന്ന് ആ കിതാബിൽ കാണുന്നത് ഫാരിസിയാണ്. ഗസ്സാലി ഇമാമിന്റെ ലോകത്ത് ഫാരിസിയാണ്. ആ ഫാരിസിക്ക് ഇന്ന് കേരളക്കരയിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നിങ്ങൾ ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്ക് പോയാൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ ലൈബ്രറിയിലെ 2ാമത്തെ നിലയിൽ മഖ്തൂതാത്തുകളുണ്ട്, കയ്യെഴുത്ത് കൃതികളുണ്ട്. ഈയിടെ ഈ ഉള്ളവൻ അവിടെ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ വാഅജബാ, അത്ഭുതമേ, എത്രയെത്ര കിതാബുകളാണ് ഫാരിസി ഭാഷയിൽ, എത്രയെത്ര കിതാബുകളാണ് ആല ഹദറത്ത് സ്വന്തം കൈപ്പടിയിൽ ഫാരിസിൽ എഴുതിയിട്ടുള്ളത്. ഇവിടെ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, അക്കാലഘട്ടത്തിൽ 1857 ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ തുടക്കം. അക്കാലഘട്ടത്തിൽ തന്നെ വളർന്നു വരുന്ന മുതഅല്ലിമീങ്ങൾ ഈ 2 ഭാഷയും പഠിപ്പിക്കണമെന്നുള്ള നിർബന്ധം മഹാനായ ബാനി ഹസ്രത്ത് ഉണ്ടായിരുന്നു. 990-ലും 989-ലും 88-ലും 90-ലും ഒക്കെയാണ് ഈ ഉള്ളവൻ ബാഖിയാത്തിലുള്ളത്. ആ സമയത്ത് ഒരു ഹദറത്തിന്റെ പേര് ഇംഗ്ലീഷ് ഹദറത്ത് എന്നാണ്. ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് അങ്ങനെയാണ്, ഇംഗ്ലീഷ് ഹദറത്ത് എന്നാണ് ഞങ്ങൾ വിളിച്ചിരുന്നത്. കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആളാണ്. ഇതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത്. ആ ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ മാതൃക നമുക്ക് പിന്തുടരേണ്ടതുണ്ട്, നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, 2013 ഡിസംബർ 21, 22 തീയതികളിൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ 150ാമത്തെ വാർഷികം നടന്നു. സുബ്ഹാനല്ലാഹ്, 150ാമത്തെ വാർഷികം. ആ വാർഷികത്തെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പോയ ആളുകളൊക്കെ പറഞ്ഞു, പ്രൗഢമായ സമ്മേളനം, 1 കോടിയിലധികം രൂപ ചെലവിട്ടിട്ടുള്ള ആ സമ്മേളനത്തില് ആലിമല്ലാത്ത ഒരു വ്യക്തിയും സ്റ്റേജിലില്ല, രാഷ്ട്രീയക്കാർ തീരെയില്ല, മന്ത്രിമാരില്ല, ഒരു ഫ്ലക്സ് ബോർഡില്ല, ഒരു നോട്ടീസില്ല, ഒരു കമാനമില്ല, പരസ്യമാകുന്ന ഒരു പരിപാടിയുമില്ല, ഒരു ഫോട്ടോഗ്രാഫർ പോലുമില്ല. വളരെ ഗംഭീരമായ സമ്മേളനം. 3 നേരം ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുകയാണ്. വളരെ നല്ല ഭക്ഷണം ഫ്രീ ആയി കൊടുക്കുന്നു. അതോടുകൂടെ തന്നെ ഒരു പിരിവോ ഒരു റെസിപ്റ്റോ അങ്ങനത്തെ യാതൊരു പരിപാടിയുമില്ല. 1 കോടിയിലധികം രൂപ ആ സമ്മേളനത്തിന് ചെലവിട്ടിട്ടുണ്ട്. അതിന്റെ ഒരു എളിയ സ്വാഗത സംഘം മെമ്പറായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. സുബ്ഹാന ജല്ല ജലാലു, 50 കൊല്ലം കൂടുമ്പോഴാണ് അവിടെ വാർഷിക സമ്മേളനം നടക്കുക. ബാഖിയാത്തിൽ 100ാം വാർഷികത്തിൽ പങ്കെടുത്ത ആളാണ് മഹാനായ OK മുസാംകുട്ടി മുസ്ലിയാർ. മഹാനവറുകൾ 100ാം വാർഷികത്തിൽ പങ്കെടുത്ത ആളാണ്. അന്നതിന്റെ അധ്യക്ഷൻ മഹാനായ ഖുദ്വത്തുൽ മുഹഖഖീൻ താജുൽ ഉലമ അബൂ ഉസാമ സദഖത്തുൽ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകളാണ് 100ാം വാർഷികത്തിന്റെ അധ്യക്ഷൻ. പ്രിയപ്പെട്ടവരെ, ഈ സ്ഥാപനത്തിന്റെ ദാറുൽ മആരിഫിന്റെ സ്ഥാപകൻ മഹാനായ OK ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു മഹാനവറുകൾ സദഖത്തുൽ മുസ്ലിയാരുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. മഹാനായ സദഖത്തുൽ മുസ്ലിയാർ താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖഖീൻ മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ സന്തതിയാണ്. സദഖത്തുൽ മുസ്ലിയാർ ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ സന്തതിയാണ്, ബാഖവിയാണ്. മഹാനവറുകൾ ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പഠിക്കുമ്പോഴാണ് ഇന്ത്യയിലെ 2ാമത്തെ ശംസുൽ ഉലമ, വേണമെങ്കിൽ ലോകത്തിൽ 2ാമത്തെ ശംസുൽ ഉലമ മൗലാന അൽ മുഹഖിഖ് അബ്ദുൽ ജബ്ബാർ ഹദറത്ത് നവ്വറല്ലാഹു മർഖദഹു വഹദത്തുൽ വജൂദിലും മറ്റുമൊക്കെ ഗ്രന്ഥം എഴുതിയ മഹാനവറുകൾ ശംസുൽ ഉലമ എന്നുള്ള ആ പട്ടം ആർക്കാട് കലക്ട്രേറ്റിൽ വെച്ച് മഹാനായ അബ്ദുൽ ജബ്ബാർ ഹദറത്തിലേക്ക് ആ സ്ഥാനം നൽകുമ്പോൾ അതിന് സാക്ഷിയാണ് ഈ സ്ഥാപനത്തിന്റെ ഫൗണ്ടറുടെ ഉസ്താദായ മഹാനായ താജുൽ ഉലമ സദഖത്തുൽ മുസ്ലിയാർ. അതിന് സാക്ഷിയാണ്.
അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് അവർക്ക് ബാനി ഹസ്രത്തിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനായ അബ്ദുൽ ജബ്ബാർ ഹദ്റത്ത് അവർക്ക് ഷംസുൽ ഉലമാ പട്ടം നൽകുന്നത് ആർക്കാട് കലക്ടറേറ്റിൽ വെച്ചാണ് നൽകുന്നത്. അതിന് മഹാനവറുകൾ സാക്ഷിയാണ്. ഈ സദഖത്തുൽ മുസ്ലിയാർ അബ്ദുൽ ജബ്ബാർ ഹസ്രത്തിന്റെയും മഹാനായ ലിയാഉദ്ദീൻ ഹദ്റത്തിന്റെ ബാനി ഹസ്രത്തിന്റെ മകനാണ് ലിയാഉദ്ദീൻ ഹദ്റത്ത്. ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ 62 കൊല്ലം പ്രിൻസിപ്പാളായിരുന്നു ബാനി ഹദ്റത്ത്. 62 കൊല്ലം 1857 മുതൽ 1919 വരെ അയല ഹദ്റത്ത് അവിടെ പ്രിൻസിപ്പളാണ്. അയല ഹദ്റത്തിന്റെ വഫാത്തിന് ശേഷം പിന്നെ പ്രിൻസിപ്പളായത് ലിയാഉദ്ദീൻ ഹസ്രത്താണ്. 22 കൊല്ലം ലിയാഉദ്ദീൻ ഹസ്രത്ത് പ്രിൻസിപ്പളായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനത്തെ ആ പ്രിൻസിപ്പള കൂട്ടത്തിൽ 14ാമത്തെ പ്രിൻസിപ്പളാണ് ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ഹമീദ് ഹദ്റത്ത്. 14ാമത്തെ പ്രിൻസിപ്പളാണ്. പറഞ്ഞു വരുന്നത് അബ്ദുർ റഹീം ഹസ്രത്ത് ലിയാഉദ്ദീൻ ഹസ്രത്തിന്റെ മകളുടെ ഭർത്താവാണ് അബ്ദുർ റഹീം ഹസ്രത്ത്. ആ അബ്ദുൽ റഹീം ഹസ്രത്തും അബ്ദുൽ ജബ്ബാർ ഹസ്രത്തും ഒക്കെ ഉള്ള കാലത്താണ് മഹാനായ സദഖത്തുൽ മുസ്ലിയാർ അവിടെ ഇൽമു പഠിക്കുന്നത്. സദഖത്തുൽ മുസ്ലിയാരുടെ ഉപ്പ മഹാനായ പോക്കർ മുസ്ലിയാർ ബാനി ഹദ്റത്തിന്റെ ശിഷ്യനാണ്. പോക്കർ മുസ്ലിയാർ കേരളത്തിൽ നിന്ന് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് തുടങ്ങിയ കൊല്ലത്തിൽ ബാനിയുടെ അടുത്ത് നിന്ന് തന്നെ ഇൽമു പഠിച്ച മക്കളുണ്ട് കേരളത്തിൽ. ആദ്യത്തെ ബാഖവി ആരാ? ആദ്യത്തെ കേരളത്തിൽ നിന്ന് ആദ്യമായി ബാഖിയാത്തുസ് സ്വാലിഹാത്തിൽ പോയ മലയാളി ആരാ? മഹാനായ ശൈഖുൽ മലൈബാരിയ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് ആദ്യമായി ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്ക് കേരളത്തിൽ നിന്ന് പോയത്. മഹാനായ പോക്കർ മുസ്ലിയാർ ഉണ്ട്. അതേപോലെ തന്നെ അരിപ്ര മൊയ്തീൻ ഹാജി, ഇപ്പോഴും ആ അരിപ്ര മൊയ്തീൻ ഹാജി ബാഖിയാത്തുസ് സ്വാലിഹാത്തിലെ ബാനിയുടെ പക്കൽ നിന്ന് ബൈളാവി ഓതിയ ആ ബൈളാവി ഞാൻ കണ്ടു. മഹാനായ അയല ഹദ്റത്തിന്റെ പക്കൽ നിന്ന് ബൈളാവി ഓതിയിരിക്കുന്നു. അവിടെ എഴുതിയിരിക്കുന്നു അയല ഹദ്റത്തിൽ നിന്ന് ഞാൻ ബൈളാവി ഓതി എന്ന്. അരിപ്ര മൊയ്തീൻ ഹാജിയെ ബാനി ഹദ്റത്തിൽ നിന്ന് ഓതിയ ബൈളാവി കാണാനായിട്ട് ഞാൻ പോയി. ആ ബൈളാവി ഞാൻ കണ്ടു. അതിൽ എഴുതി വച്ചിരിക്കുന്നു മഹാനായ ബാനി ഹദ്റത്തിന്റെ ഒപ്പ് അരിപ്ര മൊയ്തീൻ ഹാജിക്ക് ലഭിച്ചിട്ടുണ്ട്. അതും ഞാൻ കണ്ടു. അവരും ബാനി ഹദ്റത്തിന്റെ ആദ്യകാല ശിഷ്യന്മാരിൽപ്പെട്ടതാണ്. വാളക്കുളത്ത് മറപ്പെട്ട് കിടക്കുന്ന അബ്ദുൽ ബാരി തങ്ങൾ മഹാനൂറുകളും ബാനി ഹദ്റത്തിന്റെ ശിഷ്യന്മാരാണ്. കേരളം നേരത്തെ തന്നെ ബാഖിയാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നേരത്തെ തന്നെ ബാഖിയാത്തുമായി പരിചയമുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ദാറുൽ മആരിഫിനിക്ക് ബാഖിയാത്തുമായി ബന്ധമുണ്ട്, ബാഖിയാത്തുമായി കണക്ഷനുണ്ട്. 1975 ഈ ദാറുൽ മആരിഫ് ഉദ്ഘാടനം ചെയ്യുന്നത് മഹാനായ താജുൽ ഉലമ ഖുതുബത്തുൽ മുഹഖഖീൻ സദഖത്തുൽ മുസ്ലിയാർ സഹീഹുൽ ബുഖാരി ഓതിക്കൊടുത്തുകൊണ്ടാണ്. ആ സഹീഹുൽ ബുഖാരി വായിച്ചു കൊടുത്തിരുന്ന ആള് നമ്മുടെ സദസ്സിലുണ്ട്. പേരെന്താണ്? മുഹമ്മദ് കുട്ടി മുസ്ലിം. കാത്തിബ് എന്നാണ് ഞങ്ങളൊക്കെ പറയല്. അതുകൊണ്ടിട്ടാണ് പേര് കിട്ടാത്തത്. കാത്തിബ് എന്നാണ്. മൂപ്പര് കാത്തിബാണ്, അൽ കാത്തിബാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പരാണ് പുത്തനങ്ങാട് ജുമാഅത്ത് പള്ളിയിൽ വെച്ച് സഖത്തുൽ മുസ്ലിയാർ ഈ കോളേജ് ഉദ്ഘാടനം ചെയ്തിട്ട് നോക്കുമ്പോൾ സഹീഹുൽ ബുഖാരി വായിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഈ ദാറുൽ മആരിഫിന്റെ തുടക്കം. ഈ ദാറുൽ മആരിഫിൽ മഹാനായ സദഖത്തുൽ മുസ്ലിയാർ വരുന്നു. സദഖത്തുൽ മുസ്ലിയാരുടെ ശിഷ്യനാണ് വാപ്പ മുസ്ലിയാർ. സദഖത്തുൽ മുസ്ലിയാർ അവിടുത്തെ ഉപ്പ ബാനി ഹസ്രത്തിന്റെ ശിഷ്യരാണ്. സദഖത്തുൽ മുസ്ലിയാർ മഹാനായ അബ്ദുൽ ജബ്ബാർ ഹദ്റത്തിന്റെയും അതേപോലെ തന്നെ അബ്ദുർ റഹീം ഹദ്റത്തിന്റെയും ശിഷ്യനാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാഖിയാത്തുമായി കേരളക്കരക്ക് വലിയ ബന്ധമുണ്ട്. ബാനി ഹദ്റത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. എത്ര തവണയാണ് വന്നത് എന്ന് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് കേരള ബാഖവി അസോസിയേഷൻ ഇവിടെ ബാഖിയാത്തിനെ സംബന്ധിച്ചും ബാനി ഹദ്റത്തിനെ സംബന്ധിച്ചും പഠിച്ചുകൊണ്ടിരിക്കുന്നു. കൂടുതൽ വൈകാതെ അയല ഹദ്റത്തിന്റെ മുഴുവൻ ചരിത്രങ്ങൾ അടങ്ങിയ ബൃഹത്തായ ഒരു ഗ്രന്ഥം കേരള ബാഖവി അസോസിയേഷന്റെ കീഴിൽ നിങ്ങൾക്ക് സമർപ്പിക്കപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഏകദേശം പല കാര്യങ്ങളും മനസ്സിലാക്കി മഹാനവറുകൾ കേരളത്തിൽ വന്നു. അയല ഹദ്റത്ത് കേരളത്തിൽ വന്നു. എപ്പോഴാ വന്നത്? കേരളത്തിൽ സുനാമി ഉണ്ടായി. ഇപ്പോഴുള്ള സുനാമിയല്ല, അതിന്റെ മുമ്പ് 100 കൊല്ലം മുമ്പ് ഒരു സുനാമി ഉണ്ടായപ്പോ ചാവക്കാട് കടപ്പുറത്ത് കടലിന്റെ തിരമാലകൾ കയറി കരയിലേക്ക് കയറി ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു. അങ്ങനെ നഷ്ടപ്പെട്ട സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി പരാതിയുമായി വന്നു. അന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ മഹാനായ ഹാമിദ് കോയമത്തങ്ങൾ
ഹിബത്തുല്ലാ തങ്ങൾ, ഇവരൊക്കെ ആ ഹിബത്തുല്ലാ തങ്ങളുടെ ചാവക്കാട്ട് ബുഖാറയിലെ ഹിബത്തുല്ലാ തങ്ങളുടെ ഉപ്പയായ ഹാമിദ് കോയമ്മത്തങ്ങൾ, ആ ഹാമിദ് കോയമ്മത്തങ്ങളുടെ അടുത്ത് നാട്ടുകാർ പരാതിയുമായി വന്നപ്പോ ഹാമിദ് കോയമ്മത്തങ്ങൾ ഹിബത്തുല്ലാ തങ്ങളുടെ ഉപ്പയായ ഹാമിദ് കോയമ്മത്തങ്ങൾ കടപ്പുറത്തേക്ക് അങ്ങ് ഇറങ്ങി അസർ മുതൽ മഗ്രിബ് വരെ അവിടെ നിന്ന് അങ്ങനെ ദ്വാർന്നപ്പോ തിരമാല അങ്ങനെ പോയി. എന്നിട്ട് മഹാനവറുകൾ ഒരു വാക്ക് പറഞ്ഞു, ഇനി ഒരു 100 കൊല്ലത്തേക്ക് കേരളത്തിൽ സുനാമി ഉണ്ടാവുകയില്ല. ഈ വിവരം മുഴുവനും ഈ ഉള്ളവനോട് പറഞ്ഞത് മൗലാന ഷബീർ അലി ഹസ്രത്ത് നബ്ബറല്ലാഹു മർഖദഹു അല ഹസ്രത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. ചരിത്രം നല്ല പോലെ അറിയുന്ന ആളാണ്. മഹാനവറുകളാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ വലിയ അത്ഭുതമായി സുനാമിയെ തിരിച്ചയച്ച മഹാൻ. ഒരു 100 കൊല്ലത്തിന് സുനാമി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ സുനാമി ഇവിടെ ഉണ്ടായത്. ആ 100 കൊല്ലം കഴിഞ്ഞിട്ടാ പിന്നെ ഉണ്ടായത്, അതുവരെ ഉണ്ടായില്ല. അങ്ങനത്തെ ആൾക്കാരൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. അവിടെ എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വിവരം മഹാനായ അഅ്ലാ ഹദ്റത്ത് അറിയുകയാ. അഅ്ലാ ഹദ്റത്ത് അറിഞ്ഞത് കേരളത്തിൽ നിന്ന് പോയ മുതഅല്ലിമീങ്ങളിൽ നിന്ന് അഅ്ലാ ഹദ്റത്തിലേക്ക് വിവരം കിട്ടി. അഅ്ലാ ഹദ്റത്ത് നേരെ വരികയാണ്, ഹാമിദ് കോയമ്മത്തങ്ങളെ കാണാൻ വേണ്ടി വരികയാണ്. ഹാമിദ് കോയമ്മത്തങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു മഹാൻ ഉണ്ടെങ്കിൽ കാണണമല്ലോ എന്ന് വിചാരിച്ച് മഹാനായ അഅ്ലാ ഹദ്റത്ത് വന്നു. വരുന്നതിന്റെ മുമ്പ് തന്നെ കോയമ്മത്തങ്ങൾക്ക് അള്ളാഹുമായുള്ള ബന്ധമുള്ളവരല്ലേ അവരൊക്കെ, വിവരം കിട്ടി. അള്ളാഹുമായുള്ള ബന്ധപ്രകാരം വിവരം കിട്ടി. എന്നിട്ട് കടപ്പുറത്തുകാരോട് പറഞ്ഞു, നാളെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത്, നാളെ ഒരു മനുഷ്യൻ വരുന്നുണ്ട്, നല്ല മീനുമാണ്. ഒരു മനുഷ്യൻ വരുന്നുണ്ട്, നല്ല മീനുമാണ്. അവർക്കുള്ള മനുഷ്യന്മാർ ഹുമുരിജാലു, അവരല്ലേ മനുഷ്യന്മാർ. അത് വരുന്നുണ്ട്, നല്ല മീനുവാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചു. വളരെ സ്വീകരണം നൽകി. സുബ്ഹാനല്ലാഹ്. നാട്ടുകാരോടൊക്കെ പറഞ്ഞു, ബഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ സ്ഥാപകൻ വരുന്നുണ്ട്, വലിയ പണ്ഡിതനാണ്, ഖുതുബാണ്, മഹാനവറുകൾ വരുന്നുണ്ട്. നാട്ടുകാരൊക്കെ തടിച്ചുകൂടി. മഹാനായ ഹാമിദ് കോയമ്മത്തങ്ങൾ ആ നാട്ടുകാർക്കൊക്കെ ബാനി ഹസ്രത്തുമായി ബന്ധപ്പെടാൻ അസറിന്റെ ശേഷം സമയം കൊടുത്തു. അസറിന്റെ ശേഷം നീണ്ട ക്യൂ ആണ്. മഹാനായ അഅ്ലാ ഹദ്റത്തിനെ കാണാൻ വേണ്ടി ക്യൂ ആണ്. ആ ക്യൂയിൽ ഓരോരുത്തരും അഅ്ലാ ഹദ്റത്തിന്റെ കൈ പിടിച്ചു മുട്ടി ദ്വാരപ്പിക്കുമ്പോ ക്യൂവിൽ ഒരുവനായി ഹാമിദ് കോയമ്മത്തങ്ങൾ നിൽക്കുകയാണ്. കോയമ്മത്തങ്ങളെ ഊഴമായപ്പോ മഹാനായ അഅ്ലാ ഹദ്റത്ത് ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണോ? തങ്ങൾ എന്താ ഇങ്ങനെ വന്ന് നിൽക്കുന്നത്? അപ്പോ ഹാമിദ് കോയമ്മത്തങ്ങൾ പറഞ്ഞ എന്താണെന്നറിയോ? തങ്ങൾ എന്നെ കാണാൻ വന്നതാണ്, ഇപ്പൊ ഞാൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുകയാണ്. അതെന്താ? എനിക്കൊരു ആൺകുട്ടി വേണം. മഹാനായ അഅ്ലാ ഹദ്റത്ത് ദുആ ചെയ്തു. ആ ദുആ ചെയ്തതിന്റെ ഫലമാണ് മകൻ ഹിബത്തുല്ലാ തങ്ങൾ ഉണ്ടായത്. ആ ഹിബത്തുല്ലാ എന്നുള്ള പേരിട്ടതും അഅ്ലാ ഹദ്റത്ത് തന്നെയാണ്. പിന്നീട് ഹാമിദ് കോയമ്മത്തങ്ങൾ ബാഖിയാത്തുസ് സ്വാലിഹാത്തിലേക്ക് ചെന്നു. ബാഖിയാത്തുസ് സ്വാലിഹാത്തിനെ സംബന്ധിച്ച് 10 വരിയുള്ള ബൈത്തുണ്ടാക്കി. ആ ബൈത്ത് ഈ ഉള്ളവന് തന്നത് മഹാനായ കമാലുദ്ദീൻ ഹദ്റത്ത്. വലിയ പണ്ഡിതനാണ്. ഈ മലബാറുമായി വലിയ ബന്ധമുണ്ടായിരുന്നു, ഞങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. ഈ ഉള്ളവന്റെ വീട്ടിൽ മഹാനായ കമാലുദ്ദീൻ ഹദ്റത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഉപ്പയുമായൊക്കെ നല്ല ബന്ധമുള്ള ആളായിരുന്നു. അള്ളാഹു അവിടുത്തെ ദർജ കയറ്റി കൊടുക്കുമാറാകട്ടെ. മഹാനൗറുകളാണ് ആ ബൈത്തുകൾ എനിക്ക് തന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അഅ്ലാ ഹദ്റത്ത് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ അള്ളാഹുവിന്റെ അഖ്താബിൽപ്പെട്ട മഹാനൗറുകൾ ഉണ്ടാക്കിയതാണ് ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബിക് കോളേജ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, തഖ്വയുടെ മേലിൽ ഉയർത്തപ്പെട്ടതാണ് ആ സ്ഥാപനം. ആ സ്ഥാപനത്തിലെ 13 പ്രിൻസിപ്പൽമാർ കഴിഞ്ഞുപോയി. ആ 13 പ്രിൻസിപ്പൽമാരുടെ കൂട്ടത്തിൽ 2 മലയാളികൾ ഉണ്ടായിരുന്നു. ബാഖിയാത്തുസ് സ്വാലിഹാത്തിന്റെ ആ അമരത്ത് അതിന്റെ പ്രിൻസിപ്പൽ സ്ഥാനം ഏറ്റെടുത്ത 2 മലയാളികൾ. ഒന്ന് ഷെയ്ഖുൽ ഹദീസ് അസ്സാഹിദ് അത്തഖി, മഹാനായ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് നബ്ബറല്ലാഹു മർഖദഹു. വല്ലാത്ത അഗാധ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു. ഈയിടെ മഹാനായ കോട്ടൂർ ഉസ്താദിന്റെ അടുത്ത് ചില വിഷയങ്ങൾ സംസാരിക്കാൻ വേണ്ടി പോയപ്പോൾ കോട്ടൂർ ഉസ്താദ് പറഞ്ഞു, ഞാൻ ബാഖിയാത്തിൽ സെലക്ഷൻ ചെന്നപ്പോ 8 ദിവസമാണ് സെലക്ഷൻ. 8 ദിവസമാണ് സെലക്ഷൻ. 8 ദിവസം വെച്ചിട്ട് എല്ലാ കിതാബുകളും സെലക്ഷൻ നടത്തുന്നത് ഷെയ്ഖ് ഹസൻ ഹദ്റത്താണ്. ആ മുന്നിലങ്ങ് ചെന്ന് ഇരുന്നാൽ തന്നെ പേടിയാണ്. മുന്നിലങ്ങ് ചെന്ന് ഇരുന്നാൽ തന്നെ കിതാബ് തിരിനോൺക്കും തിരാതിയായി പോവും. അത്രക്ക് വഖാറുള്ള മനുഷ്യനാണ്, ഹൈബത്തുള്ള മനുഷ്യനാണ്, മുത്തബിഉ സുന്നയാണ്. 8 ദിവസമാണ് സെലക്ഷൻ. എന്നിട്ട് 4 വിദ്യാർത്ഥികൾ മാത്രമാണ് സെലക്ഷനിൽ പാസ്സായത്.
എന്ന് മഹാനവറുകൾ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മഹാനായ ശൈഖ് ഹസൻ ഹദരത്ത് ബാഖിയാത്തു സ്വാലിഹാത്തിന്റെ പ്രിൻസിപ്പളായിട്ടുണ്ട്. രണ്ടാമത് പ്രിൻസിപ്പളായത് മഹാനായ അബ്ദുറഹ്മാൻ ഫളുഫരി എന്ന കുട്ടി ഉസ്താദ്, കുട്ടി മുസ്ലിയാർ, വലിയ മഹാനാണ്, അള്ളാഹിന്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ആളാണ്. ഇങ്ങനെ രണ്ട് പ്രിൻസിപ്പൽമാർ കേരളത്തിൽ നിന്ന് ബാഖിയാത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് മലയാളി ഉസ്താദുമാർ ബാഖിയാത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ബാഖിയാത്തിൽ മലയാളി ഉസ്താദുമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്ഥാപനത്തിന് വല്ലാത്ത ഖൈറും ബർക്കത്തും നൽകിയിട്ടുണ്ട്. അവിടുത്തെ ബാഖവിമാരാണ് ഇന്ന് കേരളത്തിൽ മുഴുവനുമുള്ളത്. കേരളത്തിലെ സ്ഥാപനങ്ങളിൽ, കേരളത്തിലെ പണ്ഡിത സംഘടനകൾ ഏതൊക്കെയുണ്ടോ അതിലൊക്കെ തന്നെ ഒന്നിരിക്കൽ ബാഖവിമാരാണ്, അല്ലെങ്കിൽ ബാഖവിമാരുടെ ശിഷ്യന്മാരാണ്. ഇന്ന് ദാറുൽ മആരിഫിൽ 8 ബാഖവിമാരുണ്ട്. ഞാൻ ബാഖിയാത്തിൽ പഠിച്ച 8 ആളുകളുണ്ട്. 7 ബാഖവിമാരും ബാഖിയാത്തിൽ പഠിച്ച 8 പേർ ഇന്ന് ദാറുൽ മആരിഫിലുണ്ട്. ഇങ്ങനെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. കേരളത്തിലെ ഏത് സുന്നി സംഘടനയായിരുന്നാലും ശരി, അതിൻ്റെ ഒക്കെ അമരത്തുള്ളത് ബാഖവിമാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 62 കൊല്ലം മഹാനായ ആലാ ഹദ്റത്ത് ബാഖിയാത്തിന്റെ പ്രിൻസിപ്പളായതുപോലെ തന്നെ 62 കൊല്ലം ബാഖിയാത്തിൽ ഖിദ്മത്ത് നടത്തിയ ആളാണ് ശൈഖുനാ ശൈഖ് ആദം ഹദ്റത്ത്. വല്ലാത്തൊരു മഹാൻ. നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ 2 സമ്മേളനങ്ങൾക്ക് അധ്യക്ഷത വഹിക്കുവാൻ വേണ്ടി മൗലാന ആദം ഹദ്റത്ത് വന്നിട്ടുണ്ട്. 2 സമ്മേളനങ്ങൾക്ക് മഹാനവറുകൾ അധ്യക്ഷത വഹിച്ചിട്ടുണ്ട്. ഒന്ന് താന്നൂര് നടന്ന സമ്മേളനമാണ്. അങ്ങനെ ബാഖിയാത്ത് എന്നെന്നും കേരളവുമായി ബന്ധമുള്ളതാണ്. ഇവിടെയുള്ള മുഴുവൻ ആലിമീങ്ങളും. അതോടുകൂടെ തന്നെ രസകരമായ മറ്റൊരു സംഭവം കൂടിയുണ്ട്. മഹാനായ CM വലിയുല്ലാഹി ബാഖിയാത്തിന്റെ സന്തതിയാണ്. CM വലിയുല്ലാഹി ബാഖിയാത്തിൽ പഠിക്കുമ്പോ CM വലിയുല്ലാഹി താമസിക്കുന്ന റൂമിൽ താമസിക്കുന്ന ആളാരാണെന്നറിയോ? സാക്ഷാൽ ചേകനൂർ മൗലവി. ചേകനൂർ മൗലവിയും CM വലിയുല്ലാഹിയും ദക്ഷിണ കേരള ജംഇയ്യത്തിലൂടെ നേതാവായിരുന്ന അബുൽ ബുഷറ മൗലവിയും 3 ആൾക്കാർ ഒരു റൂമിലായിരുന്നു ഉണ്ടായിരുന്നതാണ്. നല്ല രസമാണ്. അതാണ് ബാഖിയാത്തിന്റെ സ്വഭാവം. ബാഖിയാത്ത് അങ്ങനെയാണ്. ആ ബാഖിയാത്തിന്റെ സ്ഥിതികൾ അങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മശായിഖന്മാർ, ബാഖിയാത്തിൽ പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ബാഖിയാത്തിനെ മറക്കാൻ കഴിയില്ല. അത്രക്ക് സ്നേഹം തന്ന സ്ഥാപനമാണത്. എൻ്റെ ഉസ്താദുമാർ എനിക്ക് മറക്കാൻ കഴിയില്ല. മഹാനായ കമാലുദ്ദീൻ ഹദ്റത്ത്, മഹാനായ PSB സൈനുൽ ആബിദീൻ ഹദ്റത്ത്, മഹാനായ മുഹമ്മദ് ഹനീഫ് ഹദ്റത്ത്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെയുള്ള മശായിഖന്മാർ, ഉസ്താദുമാർ എത്ര സ്നേഹമുള്ള ആളുകളാണെന്നറിയോ? മഹാനായ ശൈഖുനാ ആദം ഹദ്റത്ത് 1960 വഫാത്താകുന്നത്. ആ 60 വഫാത്താകുമ്പോൾ അന്ന് ബാഖിയാത്തിൽ മുതഅല്ലിമാണ്. ഈ ദാറുൽ മആരിഫിൽ ദീർഘകാലം ദർസ് നടത്തിയ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് മാദിഹുർ റസൂൽ തിരൂരങ്ങാടി ബാപ്പു മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു സ്വാഗത ഭാഷണത്തിൽ ഉസ്താദിനെ അനുസ്മരിച്ചു. അവസാനം ദർസ് നടത്തിയത് ദാറുൽ മആരിഫിലാണ്. ഇവിടെ മുദരിസായി കൊണ്ടാണ് ഉസ്താദ് മരിക്കുന്നത്, വഫാത്താകുന്നത്. ആ ആദം ഹദ്റത്ത് വഫാത്തായപ്പോ ബാഖിയാത്ത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഒരു മൂകമായ അന്തരീക്ഷം. ആ സമയത്ത് ഉസ്താദ് ഉണ്ടാക്കിയ ഒരു മർസിയത്തുണ്ട്. ആ മർസിയത്ത് ഇന്ന് 180ാം വാർഷികത്തിൽ ഇറങ്ങിയ സ്മരണികയിൽ ആ മർസിയത്തുണ്ട്. അതിൽ ഉസ്താദിന്റെ ഒരു വരി, യാ ബാഖിയാതുസ്ബിരി ദാ ഖദ്റു ഖാലിഖിനാ ഖദ് ഇസ്തവാ ഫീഹി അശ്റാഫുൻ വഅദ്നാഉ. യാ ബാഖിയാതുസ്ബിരി, ബാഖിയാത്തെ ക്ഷമിക്കുക. സുബ്ഹാനല്ലാഹ്, മൗലാന ഷബീർ അലി ഹസ്രത്ത്, ഞാൻ ഉസ്താദിന്റെ വഫാത്തിന് ശേഷം ഷബീർ അലി ഹസ്രത്തിന്റെ വീട്ടിൽ പോയിട്ട് ഉസ്താദിന്റെ കവിതകളൊക്കെ തന്നെ, ഉസ്താദ് എഴുതിയ കവിതകളൊക്കെ തന്നെ, സുബ്ഹാനല്ലാഹ്, ഉസ്താദ് എഴുതിയ കവിതകളൊക്കെ തന്നെ ഷബീർ അലി ഹസ്രത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആ കവിതകൾ ഞാൻ ഷബീർ അലി ഹസ്രത്തുമായിട്ട് സംസാരിക്കുമ്പോൾ ഷബീർ അലി ഹസ്രത്ത് പറഞ്ഞു, ഞാൻ വാപ്പുവിലേര് ഇവിടെ ബാഖിയാത്തിൽ നിന്ന് പോകുന്ന അവസരത്തിൽ പെട്ടി കെട്ടുമ്പോൾ ഞാനാണ് പെട്ടി കെട്ടി കൊടുത്തത്. ആ പെട്ടി കെട്ടി കൊടുക്കുമ്പോൾ അതൊരു മൂട്ട ഉണ്ടായിരുന്നു. ഒരു മൂട്ട, അത് തമിഴിൽ എന്താ പറയാന്നറിയില്ല, അതിന് മൂട്ട ഉണ്ടായിരുന്നു. ആ മൂട്ട ഞാൻ എടുത്ത് പുറത്തേക്ക് തള്ളുമ്പോൾ ബാപ്പുല് പറഞ്ഞു, ഷബീറലി അത് പുറത്തേക്ക് വേണ്ട, അത് അവിടെ തന്നെ കിടക്കട്ടെ, ആ മൂട്ട അവിടെ തന്നെ കിടക്കട്ടെ. എന്നിട്ടൊരു പാട്ടങ്ങ് പാടി, യാ ബഖത്തൽ ബാഖിയാതി ബഖി ബഖിയ, യാ ബഖത്തൽ ബാഖിയാതി, ബാഖിയാത്തിന്റെ മൂട്ട അത് അവിടെ കിടക്കുക, ഇബ്ഖി ബഖിയ എന്നുള്ള ഒരു വരി മഹാനായ ബാപ്പുസ്താദ് അവിടെ നിന്ന് പാടിയത് ഞാൻ ഓർമ്മിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ബാഖിയാത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് ഒരുപാട് നീണ്ടുപോകും. മഹാനായ അബ്ദുൽ ഹമീദ് ഹദ്റത്ത് അവറുകൾക്ക് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. ഇവിടെ
സംവാദം നടക്കുവാനുണ്ട്. വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൻ്റെ അജയ്യതയും ആധികാരികതയും പ്രതിപാദിച്ചുകൊണ്ടുള്ള സംവാദം ഇവിടെ നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടിരി, ഡോക്ടർ ഹുസൈൻ ഫൈസൽ അഹ്സനി രണ്ടത്താണി, സിബഗത്തുള്ള സഖാഫി, മുഹമ്മദ് സജീർ ബുഖാരി ഇവർ നേതൃത്വം നൽകുന്ന ഒരു സംവാദം ഇവിടെ നടക്കുന്നു. ഇന്ന് നടക്കാൻ പോകുന്ന സംവാദത്തിൻ്റെ ശൈലി, അത് ഈ 4 പണ്ഡിതന്മാർ അല്പാൽപ്പം വിശുദ്ധ ഖുർആന്റെ വിഷയങ്ങൾ പാർട്ടാക്കിയിട്ട് ഓരോ പാർട്ട് ഓരോരുത്തർ കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കും. അങ്ങനെ 4 പേരും വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ശ്രോതാക്കളായ ആളുകൾക്ക് സംശയം ചോദിക്കുവാനുള്ള അവസരം നൽകും. ആ രൂപത്തിലാണ് ഇവിടെ സംവാദം നടക്കുക. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഹദറത്ത് മഹാനവറുകൾ നമ്മോട് സംസാരിക്കും. ബാക്കിയാത്തു സ്വാലിഹാത്തിനെ സംബന്ധിച്ച് ഞാൻ പരിചയപ്പെടുത്തിയത് ആ ബാക്കിയാത്തിൻ്റെ അത്യുന്നതമായ കലാലയമാണ്, ഉമ്മുൽ മദാരിസാണ്. അതിൻ്റെ പ്രിൻസിപ്പളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. ഇവിടെയുള്ള മുഴുവൻ സ്ഥാപനത്തിൻ്റെയും മുഴുവൻ സംഘടനയുടെയും അമരത്തിരിക്കുന്നവർ ബാക്കിയാത്തിൻ്റെ സന്തതികളോ അല്ലെങ്കിൽ സന്തതികളുടെ സന്തതികളോ അല്ലെങ്കിൽ പേരക്കിടാങ്ങളോ ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഹദറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘകാലം പരിശുദ്ധ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് നേതൃത്വം നൽകാൻ, ബാക്കിയാത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.